നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷം ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കർക്കിടക മാസത്തിലെ ഓരോ നക്ഷത്രക്കാരുടെയും ഫലങ്ങൾ നമുക്ക് നോക്കാം. ഈ വീഡിയോയിൽ അശ്വതി മുതൽ ആയില്യം വരെയുള്ള നക്ഷത്രക്കാരുടെ പൊതുഫലങ്ങൾ നമുക്ക് നോക്കാം. കർക്കിടക മാസത്തിലെ പൊതുഫലങ്ങൾ. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് സൂര്യൻ 3-ാം ഭാവത്തിൽ നിന്നും 4-ാം ഭാവത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മേടക്കൂറിൽപ്പെട്ട അശ്വതിക്കാർക്ക് 2-ാം ഭാവത്തിൽ ചൊവ്വയും വ്യാഴവും ചേർന്ന് ഗുരുമംഗള യോഗത്തോടെ സഞ്ചരിക്കുന്നു. അപ്പോൾ ചൊവ്വ 2-ൽ വരുമ്പോൾ വാക്കിൻ്റെ ഭാവമായതുകൊണ്ട് തന്നെ വാക്കിൽ പരുഷത അല്ലെങ്കിൽ ഒരു ധാർഷ്ട്യം, ധിക്കാരമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വാക്കുകൾ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. പണച്ചെലവുകൾക്ക് സാധ്യതയുള്ള ഒരു മാസമാണ്. പഴയ സുഹൃത്തുക്കളെയൊക്കെ കണ്ടുമുട്ടാനുള്ള യോഗമുണ്ട്. സാങ്കേതിക വിഷയങ്ങളിലൊക്കെ അറിവ് സമ്പാദിക്കാൻ ഈ മാസം സാധ്യതയുണ്ട്. ദീർഘകാല നിക്ഷേപമായിട്ട് ഭൂമി വാങ്ങി സൂക്ഷിക്കാനായിട്ട് സാധ്യതയുണ്ട്, പിന്നീട് വിൽക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സ്വന്തം നാട്ടിലെത്തി സുഹൃത്തുക്കളെയും ബന്ധുക്കളെയൊക്കെ സന്ദർശിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. ബന്ധുക്കൾക്ക് ചില സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ ഇടയുള്ള ഒരു മാസമാണ്. അങ്ങനെ ചെയ്യേണ്ടി വരുന്ന ഒരു സമയമാണ്. കുടുംബാംഗങ്ങളുടെ പല കാര്യങ്ങൾക്കും പങ്കെടുക്കേണ്ടി വരും. മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാൻ യോഗമുണ്ട്. മുടങ്ങിക്കിടന്ന ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു പുരോഗമനാത്മകമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിലും. അതുപോലെ തന്നെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ ജീവിതത്തിലും പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ കുറച്ച് ദുർഘടമായ കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഈ ശനിയുടെയും ചൊവ്വയുടെയൊക്കെ സ്ഥാനം കൊണ്ട്. ശനി 11-ലാണ്, പക്ഷേ വക്രത്തിലാണ്. അതുപോലെ തന്നെ ചൊവ്വ 2-ലാണ്. ധനത്തിൻ്റെയും വാക്കിൻ്റെയൊക്കെ ഭാവമാണല്ലോ. അപ്പം 2-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നത് ഗുണകരമാണ്. ചൊവ്വയും വ്യാഴവും ചേർന്നുള്ള യോഗം കുറച്ചൊക്കെ ഗുണം ചെയ്യും. എങ്കിൽ പോലും ഈ മാസത്തെ ഫലങ്ങൾ നോക്കുമ്പോൾ മറ്റ് ഗ്രഹങ്ങളുടെ സൂര്യൻ കർക്കിടകത്തിലേക്ക് മാറി, ബുധശുക്രന്മാർ കർക്കിടകത്തിലുണ്ട്. അത് ഗുണകരമാണ്. അതേ സമയത്ത് തന്നെ ബുധൻ ഇന്ന് വെള്ളിയാഴ്ച, അതായത് 19-ാം തീയതി ജൂലൈ 19 വെള്ളിയാഴ്ച ചിങ്ങം രാശിയിലേക്ക് മാറുകയുണ്ടായി. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഗ്രഹ മാറ്റങ്ങളിലൂടെ നോക്കുമ്പോഴാണ് ഈ സമ്മിശ്ര ഫലം പോലെ നമുക്ക് തോന്നുന്നത്. ഗുണഫലങ്ങൾ ധാരാളം ഉണ്ട്. ഭൂമി വാങ്ങിക്കാനൊക്കെ സാധിക്കും. വീട് പണി ഒക്കെ നടത്താനായിട്ട് അശ്വതിക്കാർക്ക് സാധിക്കുന്നതാണ്. അതുപോലെ മുടങ്ങിക്കിടന്ന അല്ലെങ്കിൽ തടസ്സപ്പെട്ട് കിടന്ന പല ആനുകൂല്യങ്ങളും ലഭിക്കുന്നതുമാണ്. പിന്നെ ഭരണി നക്ഷത്രക്കാരുടെ ഫലം നോക്കുമ്പോൾ അവർക്ക് 2-ാം ഭാവത്തിലെ വ്യാഴം ഭരണി നക്ഷത്രക്കാർക്ക് അനുകൂലമാണ്. ചൊവ്വയുടെ 2-ാം ഭാവത്തിലെ സഞ്ചാരം വാക്കുകൾക്ക് കഠിനതയുണ്ടാക്കാനും ചെറിയ തോതിലുള്ള സംഘർഷങ്ങൾക്കും സാധ്യതയുണ്ട്. അതായത് നമ്മുടെ വാക്കുകൾ പലപ്പോഴും നമ്മൾ തമാശയായിട്ട് പറയുന്നതൊക്കെ മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യാൻ അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ട്. ദേഹക്ലേശം, മനക്ലേശം ഒക്കെ ഉണ്ടാകാനായിട്ട് സൂര്യൻ്റെ സ്ഥാനം കൊണ്ട് കാരണമായേക്കാം. ചില അനൈക്യങ്ങളൊക്കെ ജോലിസ്ഥലത്തോ കുടുംബത്തിലോ ഒക്കെ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. വാഹനം വാങ്ങാനായിട്ട് കുറച്ച് കാലതാമസം ഉണ്ടായേക്കുന്നതാണ്. ഒരു ഉത്സാഹക്കുറവ് അനുഭവപ്പെടാനുള്ള സാധ്യത ഈ സമയത്ത് ഉണ്ട്. അതുപോലെ തന്നെ ധനം വരുമെങ്കിലും ധനം വരാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് കിട്ടാനായിട്ടൊരല്പം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതാണ്. പാരമ്പര്യമായിട്ട് ലഭിച്ച സ്ഥലത്തു നിന്നൊക്കെ കുറച്ച് ആദായം കിട്ടുന്ന കാലമാണ്. അപ്പോൾ ശനിയുടെ 11-ലെ സഞ്ചാരം കൊണ്ടും അതുപോലെ തന്നെ ചൊവ്വയുടെ സ്ഥാനം കൊണ്ടും കാർഷികമായിട്ടുള്ള കുറച്ച് ഗുണങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ വ്യാപാരത്തിൽ അല്പം ലാഭത്തിനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ പരിശ്രമം ചെയ്യുന്നതിൽ കൂടെ, നല്ല പരിശ്രമത്തിലൂടെ പല കാര്യങ്ങളും സാധിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. ചെറിയ തോതിൽ കൃഷിനാശമൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയും ഉണ്ട്. മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരുന്ന കാലമാണ്. അതിനുവേണ്ടി ഒരു അല്പം പണച്ചെലവുണ്ടാകും. ചിലപ്പോൾ ആശുപത്രിയിൽ ഒന്ന് അഡ്മിറ്റ് ചെയ്യേണ്ട സ്ഥിതി ഉണ്ടായേക്കാം. അതുപോലെ തന്നെ പല പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കുന്ന ഒരു കാലഘട്ടവുമാണ് ഭരണി നക്ഷത്രക്കാർക്ക്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഭരണി നക്ഷത്രക്കാർക്ക് ഗുണകരമായ ഫലങ്ങളാണ് കൂടുതൽ. എങ്കിലും ഗ്രഹസ്ഥാനങ്ങൾ കൊണ്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകളാണ് അനുഭവപ്പെടുന്നത്. ഒരല്പം അലച്ചിൽ കൂടുതലായിരിക്കും. അടുത്ത കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ഫലം തന്നെയാണ് ഉള്ളത്. കാർത്തിക 2 കൂറുകളിലായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഗ്രഹസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും ചില കാര്യങ്ങളിൽ ഒരു അനിശ്ചിതത്വം ഉണ്ടാകുന്നതായിട്ട് തോന്നിയേക്കാം. സർക്കാരിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾക്കൊരു അല്പം കാലതാമസമൊക്കെ ഉണ്ടായേക്കാം. എങ്കിലും
നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ എത്തിക്കാൻ കഴിയുന്നതുമാണ്. അധികാരമുള്ള ചുമതലകളൊക്കെ കിട്ടുന്നതാണ്. ഉദ്യോഗ സ്ഥലത്ത് പൊതുവെ സഹകരണം കിട്ടുന്ന കാലഘട്ടമാണ്. അതുപോലെ തന്നെ സംഘടനാ പ്രവർത്തനത്തിലൊക്കെ നേതൃത്വം വഹിക്കാനായിട്ട് സാധിക്കുന്നതാണ്. വ്യക്തി ജീവിതത്തിൽ സ്വസ്ഥത കുറയും എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. സഹപ്രവർത്തകരുടെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുകയും അത് നമ്മുടെ ജീവിതത്തെ കുറച്ചൊക്കെ ബാധിക്കാനുമുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൻ്റെ പിന്തുണ ലഭിക്കാത്തത് ചില അവസരങ്ങളിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയേക്കാം. അതുപോലെ തന്നെ പല കാര്യങ്ങളും പിന്നത്തേക്ക് മാറ്റി വെക്കുന്ന ഒരു ശീലം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുപോലെ തന്നെ കടബാധ്യതകൾ തീർക്കാനായിട്ട് ഒരല്പം ബുദ്ധിമുട്ടും, എന്നാൽ കടബാധ്യത തീർക്കാൻ സാധിക്കുകയും ചെയ്യും. അല്പം ബുദ്ധിമുട്ടും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠന കാര്യങ്ങളിൽ ഗുണകരമായ സമയമാണ്. പിന്നെ കഫസംബന്ധമായ അസുഖങ്ങൾ, ഹൃദയ സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളവർ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും ശ്രദ്ധ നമ്മുടെ വ്യതിചലിക്കുന്നത് കൊണ്ട് പ്രധാനപ്പെട്ട പല അവസരങ്ങളും നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർ കൃത്യമായൊരു ലക്ഷ്യം വെച്ച് ശ്രമിക്കുക. നമ്മൾ ഏത് തസ്തികയിലോട്ടാണ് ശ്രമിക്കുന്നത് വെച്ചാൽ അതിനുവേണ്ടി നല്ലപോലെ പരിശ്രമിക്കുക. അതിനുവേണ്ടി പൂർണ്ണ മനസ്സോടുകൂടി ചെയ്യുക. അതുപോലെ തന്നെ ഒരു കാര്യം സാധിച്ചു കിട്ടാനാണെങ്കിൽ ആ കാര്യത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക. 100 കാര്യങ്ങളുടെ പുറകെ പോയാൽ അല്ലെ പലരുടെ ഉപദേശം കേട്ട് പല കാര്യങ്ങൾക്ക് പോയാൽ ഒന്നും സാധിക്കണമെന്ന് ഇല്ല. പിന്നെ ഈശ്വര പ്രാർത്ഥന കൊണ്ട് ഗുണമുണ്ടാകും. സന്താനങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകാനിടയുള്ള കാലമാണ്. ഏറ്റെടുക്കുന്ന പല കാര്യങ്ങളും വിജയകരമായിട്ട് പൂർത്തിയാക്കാനായിട്ട് സാധിക്കുന്നതാണ്. സമൂഹത്തിൽ അംഗീകാരവും ലഭിക്കുന്നതാണ്. പൊതുവെ അത്തരം കാര്യങ്ങളിലൊക്കെ, സാമൂഹിക പ്രവർത്തനങ്ങളിലൊക്കെ ഒരു സംതൃപ്തമായ രീതിയിൽ തന്നെ പ്രവർത്തിക്കാൻ സാധിക്കുന്നതാണ്. അടുത്തത് രോഹിണി നക്ഷത്രക്കാരുടെ ഫലമാണ്. രോഹിണി നക്ഷത്രത്തിലൂടെയാണ് വ്യാഴവും ചൊവ്വയും സഞ്ചരിക്കുന്നത്. അപ്പോൾ അത് മാനസികാരോഗ്യത്തെ ബാധിച്ചേക്കാം. എന്ന് പറഞ്ഞാൽ സമ്മർദ്ദം ഉണ്ടാകാനായിട്ട് ഇടയുണ്ട്. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാം. കുറച്ച് കാര്യ തടസ്സങ്ങളൊക്കെ ചിലപ്പം അനുഭവപ്പെട്ടേക്കാം. എങ്കിലും സൂര്യൻ്റെ സ്ഥാനം കൊണ്ടും ബുധൻ്റെയും ശുക്രൻ്റെയൊക്കെ സ്ഥാനം കൊണ്ട് കുറേ ഗുണങ്ങളും ലഭിക്കുന്നതാണ്. അതിൽ ഒന്നാണ് വരുമാന മാർഗം വർദ്ധിക്കുന്നു എന്നുള്ളത്. നിലവിലുള്ള വരുമാനത്തിന് പുറമെ ഒരു വരുമാന മാർഗം കൂടെ തുറന്നു വരുന്നതാണ്. വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ്. അപ്പം ഇടവക്കൂറിൽ ഉള്ള ആൾക്കാർക്ക് 10ലാണ് ശനി സഞ്ചരിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം 10ൽ ശനി, കർമ്മഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന സമയത്ത് പുറത്തു പോയി ജോലി ചെയ്യുന്നത് വളരെ ഗുണകരമാണ്. വിദേശത്ത് പോയി ജോലി ചെയ്യുന്നത് സ്വദേശത്ത് അത്ര ഗുണകരമാകണമെന്നില്ല. പിന്നെ ശനി വക്രത്തിലായതിൻ്റെതായ ചില ഗുണങ്ങളും ലഭിക്കുന്നതാണ്. ഈ 10ൽ ശനി എന്ന് പറയുമ്പോൾ കണ്ടകശനി തന്നെയാണല്ലോ അത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം. എങ്കിൽ പോലും കുംഭത്തിൽ ഉള്ള ശനി ദോഷം ചെയ്യില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ എല്ലാ ഗ്രഹങ്ങളുടെയും സ്ഥാനം നോക്കുമ്പോൾ കർക്കിടക മാസത്തിൽ വരുമാനത്തിന് വലിയ ഇടിവുണ്ടാകുന്നില്ല. അല്ലെങ്കിൽ ഒരു വരുമാന മാർഗത്തിന് പുറമെ മറ്റൊന്നുകൂടെ കണ്ടെത്താനായിട്ട് സാധിക്കും. ജോലിക്ക് ശ്രമിക്കുന്നവർക്കത് സാധിക്കുന്നതാണ്. സർക്കാരിൽ നിന്നുള്ള അനുമതികൾ, ആനുകൂല്യങ്ങൾ, ഇപ്പോൾ കട തുടങ്ങാനൊക്കെയുള്ള പെർമിറ്റ് ഒക്കെ ആണെങ്കിൽ അത് കിട്ടും. വാഹനങ്ങൾക്കുള്ള പെർമിറ്റ് ഒക്കെ കിട്ടും. അതുപോലെ തന്നെ ഡ്രൈവിങ്, മെക്കാനിക്ക്, അങ്ങനെയുള്ള വിദ്യകൾ, സാങ്കേതിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമാണ്. കുടുംബത്തോടൊപ്പം സന്തോഷകരമായിട്ട് ചിലവഴിക്കാനുള്ള കുറേ നിമിഷങ്ങൾ ഉണ്ടാകുന്നതാണ്. പിന്നെ തൊഴിൽ മേഖലയിൽ ഒരല്പം ടെൻഷൻ കൂടും. കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ടായേക്കാം. പിന്നെ അറിവില്ലാത്ത മേഖലകളിൽ പോയി പ്രവർത്തിക്കാതിരിക്കുന്നതാണ് ഈ സമയത്ത് നല്ലത്. ഇനി അങ്ങനെ വ്യാപാരങ്ങളോ എന്തെങ്കിലും തുടങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ വിദഗ്ധരുടെ ഉപദേശം തേടുക. അബദ്ധങ്ങൾ പറ്റാതെ സൂക്ഷിക്കുക. സംസാരത്തിലും പെരുമാറ്റത്തിലും പ്രവർത്തനത്തിലും ഒന്നും അബദ്ധം പറ്റാതെ നന്നായിട്ടൊന്ന് സൂക്ഷിച്ചോളുക. പിന്നെ എഗ്രിമെൻറ്റുകളിലൊക്കെ ഒപ്പിടുമ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. കുഴപ്പമൊന്നും പറയത്തില്ല, വലിയൊരു അബദ്ധം എന്ന് പറയുന്നത് കൂടെ, എങ്കിൽ പോലും ഒന്ന് നന്നായിട്ട് വായിച്ചിട്ട് ചെക്ക് ഒപ്പിടുമ്പോഴും എഗ്രിമെൻറ്റുകൾ ഒപ്പിടുമ്പോഴും ഒക്കെ നന്നായിട്ട് എമൗണ്ട് നോക്കിയും എഗ്രിമെൻ്റൊക്കെ ഒന്ന് വായിച്ച് നോക്കിയൊക്കെ ഒപ്പിടുക. പിന്നെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ചെറിയ ചികിത്സകളൊക്കെ വേണ്ടി വരും. ആശുപത്രിവാസം എന്ന് പറഞ്ഞുകൂടാ, എങ്കിൽ പോലും ചെറിയ തോതിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഈ മാസം അനുഭവപ്പെട്ടേക്കാം. അടുത്ത മകയിര നക്ഷത്രമാണ്. മകയിരം നക്ഷത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഔദ്യോഗികമായിട്ട് കുറച്ച് അനിശ്ചിതാവസ്ഥ ഉണ്ടാകുന്ന കാലഘട്ടമാണ്.
നമ്മൾ എത്ര ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചാലും അത് പൂർണ്ണമായിട്ടും അംഗീകരിക്കപ്പെടണമെന്നില്ല. പലപ്പോഴും നമ്മളുടെ പ്രവർത്തനം പോരാ എന്ന് മേലധികാരികൾ ഒന്ന് വിലയിരുത്തിയേക്കാം. അത് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. പിന്നെ കരാർ പണികൾ ചെയ്യുന്നവർക്ക് സാമാന്യം ഗുണകരമായ സമയമാണ്. ന്യായമായ തോതിലുള്ള വരുമാനങ്ങൾ ജോലിയിൽ നിന്ന് ലഭിക്കും. അനുബന്ധ ജോലികൾ ചെയ്യാൻ സാധിക്കും. ആകെ നോക്കുമ്പോൾ ധനപരമായിട്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയില്ല. വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സാമാന്യം ഗുണകരമാണ്. പിന്നെ പൊതുവെ ഒരു സമന്വയത്തോടു കൂടി സഹപ്രവർത്തകരുമായിട്ടും അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയിലുള്ള മറ്റാൾക്കാരുമൊക്കെ ആയിട്ട് ഒരു സമവായത്തോടു കൂടി പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായാലും അത് കാര്യമാക്കേണ്ടതില്ല. കുടുംബത്തിലെ പുതിയ തലമുറകളൊക്കെ ആയിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാം. വലിയ തോതിലല്ലെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ബാധിച്ചേക്കാം. ആത്മീയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ കഴിയുന്ന കാലഘട്ടമാണ്. പൊതുവെ എല്ലാവരുമായിട്ട് സൗഹൃദത്തിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദേശത്തോ അല്ലെങ്കിൽ കേരളം വിട്ടുള്ള ഏതെങ്കിലും ഒരു ദേശത്ത് നല്ല കോഴ്സുകൾക്ക് പ്രവേശനം കിട്ടാനുള്ള സാധ്യത ഉള്ള സമയമാണ്. പിന്നെ നമ്മൾ പല കാര്യങ്ങളിലും വിദഗ്ധരുടെ ഉപദേശം തേടുന്നത് അല്ലെങ്കിൽ ആ രംഗത്ത് അറിവ് കൂടുതലുള്ളവരുടെ ഉപദേശം തേടുന്നത് അബദ്ധങ്ങൾ ഒഴിവാക്കാൻ ഉപകരിക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ വരുമാന മാർഗങ്ങൾ കണ്ടെത്താനും വിദഗ്ധരുടെ ഉപദേശങ്ങൾ, പല ടെക്നിക്കൽ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധരുടെ ഉപദേശങ്ങൾ ഗുണകരമാകുന്നതാണ്. അതുപോലെ തന്നെ സാമ്പത്തിക നിയന്ത്രണം നടപ്പാക്കാനായിട്ട് തീരുമാനിക്കുന്ന ഒരു കാലഘട്ടമാണ്. സാമ്പത്തിക നിയന്ത്രണം പിന്നീട് ഗുണകരമാകുന്നതാണ്. കാരണം ഒരു പുതിയ വർഷം ആരംഭിക്കാനുള്ള തുടക്കമാണ്. അപ്പോൾ ചിങ്ങമാസം ആകുമ്പോഴത്തേക്കും പുതിയ കൊല്ലവർഷം ആരംഭിക്കും. അപ്പോൾ ആ സമയത്തേക്ക് നമ്മൾ സാമ്പത്തിക കാര്യങ്ങളിൽ പുതിയ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ പുതിയൊരു നയം സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട്. അതിന് തുടക്കം നിലയിൽ ഇപ്പം തന്നെ എല്ലാം ചിലവൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ തീരുമാനിക്കുന്നതാണ്. അടുത്ത തിരുവാതിര നക്ഷത്രക്കാർ. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രണയ കാര്യങ്ങളിലൊക്കെ പുരോഗതി ലഭിക്കുന്ന കാലഘട്ടമാണ്. സ്വന്തം കഴിവുകൾ പൂർണ്ണമായിട്ടും പ്രകടിപ്പിക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളത് വിഷമമുണ്ടാക്കും. നമുക്കറിയാം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ, പക്ഷേ അന്നേരം എന്തെങ്കിലും നമ്മുടെ ശ്രദ്ധ മാറിപ്പോകുന്നതുകൊണ്ടോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ഇടപെടൽ കൊണ്ടോ നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായേക്കാം. അതൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കും. വീട് വിട്ട് താമസിക്കേണ്ട അവസ്ഥകൾ ഉണ്ടായേക്കാം. പിന്നെ അന്യദേശത്ത് താമസിക്കുന്നവർക്ക് നാട്ടിലേക്ക് എത്താനായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. എപ്പോഴും ഒരു സമ്മർദ്ദം ഉണ്ടെന്നുള്ളൊരു തോന്നൽ, അതായത് ഒരാശങ്ക എപ്പോഴും ഉള്ളിൽ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. മറവി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അതേ സമയത്ത് ഇഷ്ടമുള്ള വസ്തുക്കൾ വാങ്ങിക്കാനൊക്കെ സാധിക്കുന്ന കാലഘട്ടമാണ്. വീട് വയ്ക്കാനോ വീട് പണി പൂർത്തിയാക്കാനൊക്കെ സാധിക്കും. ഏജൻസി, കമ്മീഷൻ വ്യവസ്ഥയിലുള്ള വ്യാപാരം തുടങ്ങിയവയിൽ നിന്ന് നല്ല ആദായം കിട്ടുന്ന കാലഘട്ടവുമാണ്. പിന്നെ സമൂഹത്തിൽ പരിഗണിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. നന്നായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്യുന്ന എല്ലാ കാര്യത്തിലും വിജയം നേടാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ അനുകൂല ഫലം ഉണ്ടാകുന്നത് കൊണ്ട് കുറേ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ്. പൂർണ്ണമായിട്ടും നമുക്കൊരു അംഗീകാരം കിട്ടുകയില്ല എങ്കിൽ പോലും നമ്മുടെ പ്രയത്നങ്ങൾക്കൊരു നല്ലൊരു പരിധി വരെ ഗുണമുണ്ടാകുന്നതാണ്. നമുക്ക് ഗുണമുണ്ടാകും. നമ്മൾ മറ്റുള്ളവർ കൊള്ളാമെന്ന് പറഞ്ഞില്ലെങ്കിലും നമുക്കത് ഗുണമായിട്ട് അനുഭവപ്പെടും. പിന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചും ഗവേഷണ രംഗത്ത് പ്രവർത്തിക്കുന്നവരെയൊക്കെ സംബന്ധിച്ച് അനുകൂലമായ കാലഘട്ടമാണ്. അപ്പോൾ നല്ല പ്രാർത്ഥനയോടുകൂടി തിരുവാതിര നക്ഷത്രക്കാർ ഈ മാസം മുന്നോട്ട് പോവുക. അടുത്ത പുണർദമാണ്. പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പരമ്പരാഗതമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ചെയ്യാനായിട്ട് മടിയായിരിക്കും. കൃഷിയാണെങ്കിലും വ്യാപാരമാണെങ്കിലും ഒക്കെ അതിൽ നിന്ന് മാറണം എന്നുള്ള ചിന്തയായിരിക്കും എപ്പോഴും ഉണ്ടാകുന്നത്. പിന്നെയുള്ളത്, കുടുംബത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും പിന്തുണ കിട്ടണമെന്നില്ല. തീർത്ഥയാത്രയൊക്കെ ആയിട്ട് പുറപ്പെടുമെങ്കിലും ആ യാത്ര ഉദ്ദേശിച്ച ലക്ഷ്യം കാണണമെന്നില്ല. ചെലവ് വളരെ വർദ്ധിച്ചേക്കാം. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം മേലധികാരികളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. പിന്നെ ഭൂമി വിൽപ്പനയിൽ തടസ്സമുണ്ടാകാം. അതുപോലെ തന്നെ രേഖകളൊക്കെ ഒപ്പിടുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ അബദ്ധങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു നില വന്നേക്കാം. അങ്ങനെ ശത്രുക്കൾ സൃഷ്ടിക്കപ്പെടാം. കുടുംബത്തിലാണെങ്കിലും പുതിയ തലമുറയിൽപ്പെട്ടവരുമായിട്ടാണെങ്കിലും ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് സൂക്ഷിക്കുക. അഭിപ്രായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു വഴക്കിലേക്ക് എത്താതെ അത് സൂക്ഷിക്കേണ്ടതാണ്. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം
വലിയ പ്രതിസന്ധികളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നും ഈ സമയത്ത് ഉണ്ടാകണമെന്നില്ല. എങ്കിൽ പോലും പല കാര്യങ്ങളിലും ഒരു ബുദ്ധിമുട്ട്, മനസ്സിൻ്റെ പ്രയാസം ഉണ്ടാക്കിയേക്കാം. എന്നാൽ അതേ സമയത്ത് തന്നെ പക്വതയോടുകൂടി പെരുമാറാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിലൂടെ കുറച്ച് ബഹുമാന്യത ഒക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടവുമാണ്. ലക്ഷ്യപ്രാപ്തി നേടാൻ കഴിയണമെങ്കിൽ ആ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കണം. നേരത്തെ ഉള്ള നക്ഷത്രക്കാരുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ, അതായത് തിരുവാതിര നക്ഷത്രക്കാരുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇവരും ഒരു ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് വിജയമുണ്ടാകും. പിന്നെ പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാലമാണ്. നമ്മൾ പഴയ രീതിയിൽ കർക്കിടക മാസ ചികിത്സയൊക്കെ ചെയ്യാനായിട്ട് പുണർതം നക്ഷത്രക്കാർക്കൊരു ആഗ്രഹവും ഒക്കെ ഉണ്ടാകുന്ന കാലഘട്ടമാണ്. അതുപോലെ തന്നെ വിദേശയാത്രയ്ക്ക് ഉദ്ദേശിക്കുന്നവർക്ക് അത് സാധിക്കും. ആധ്യാത്മിക വിഷയങ്ങളിലും ആത്മീയ വിഷയങ്ങളിലുമൊക്കെ നമ്മൾ ധാരാളമായിട്ട് ഇൻവോൾവ് ചെയ്യുന്നതുകൊണ്ട്, അതിലൊക്കെ ഇടപെടുന്നത് കൊണ്ട് അതിലൂടെ കുറച്ചൊരു സമാധാനം കിട്ടും. മറ്റ് സമ്മർദ്ദങ്ങളിൽ നിന്നുള്ള ഒരു മാറ്റം അവർക്ക് ഉണ്ടാകും. അടുത്തത് പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ജോലിയിൽ സാമാന്യം ഗുണകരമാണ്. സാമ്പത്തിക കാര്യങ്ങൾ ഗുണകരമായിട്ട് വരുന്നതാണ്. വ്യാപാരത്തിൽ ഉയർച്ചയും വളർച്ചയൊക്കെ കിട്ടുന്നതാണ്. അപ്പം കർക്കടക രാശിയിൽ വരുന്ന, അല്ലെങ്കിൽ കർക്കടക കൂറിൽ വരുന്ന നക്ഷത്രമാണ് പൂയം എന്ന് പറയുന്നത്. അവിടെ ഇത്രയും ദിവസം, ഏതാനും ദിവസമായിട്ട് ബുധനും ശുക്രനും അവിടെ ഉണ്ടായിരുന്നു. ഇപ്പം ബുധൻ അടുത്ത 2ാം ഭാവത്തിലേക്ക് മാറി അവരുടെ. അപ്പോൾ 2ൽ ബുധൻ വരുമ്പോൾ അത് ഗുണകരമാണ്. ബുദ്ധിപൂർവ്വം സമ്പത്ത് സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. ശുക്രൻ സ്വന്തം ജന്മരാശിയിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂയ നക്ഷത്രക്കാർക്ക് അതിൻ്റേതായൊരു ഗുണഫലം കിട്ടുന്നതാണ്. ശുക്രാദിത്യ യോഗം സ്വന്തം ജന്മക്കൂറിൽ ഉള്ള സമയമാണ്. എങ്കിലും ഗവൺമെൻറ്റിൽ നിന്ന് ഉള്ള പല ആനുകൂല്യങ്ങളും തടസ്സപ്പെടുന്നതായിട്ട് അനുഭവപ്പെട്ടേക്കാം. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. പിന്നെ അനാവശ്യമായിട്ട് ആധി പിടിക്കുന്ന ഒരു സ്വഭാവം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം. അതേസമയത്ത് സന്താനങ്ങളിൽ നിന്ന് ഗുണകരമായ ഫലമാണ് മിക്കപ്പോഴും ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അതിൽ ഒരു സന്തോഷം നമുക്കെപ്പോഴും കിട്ടുന്നതാണ്. പിന്നെ ജനസ്വാധീനം വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതും ഗുണകരമാണ്. പിന്നെ പഠിച്ച വിഷയങ്ങളൊക്കെ പ്രയോഗിക്കാനായിട്ട് അവസരങ്ങൾ കിട്ടും. കുറച്ച് പുരോഗമനപരമായിട്ട് ചിന്തിക്കും. സദാചാര കാര്യങ്ങളൊക്കെ സദാചാര നിരതനായിട്ട് ജീവിക്കുന്നതിൽ ഒരു സന്തോഷം കണ്ടെത്തും. കുടുംബത്തിൽ പൊതുവെ സമാധാനം നിലനിൽക്കുന്ന കാലഘട്ടവുമാണ്. പിന്നെ കുടുംബങ്ങളിൽ നിന്നും, നമ്മുടെ കുടുംബമാണെങ്കിലും പങ്കാളിയുടെ കുടുംബമാണെങ്കിലും, അതുപോലെ നമ്മുടെ അടുത്ത ബന്ധുക്കളാണെങ്കിലും, അതുപോലെ തന്നെ സുഹൃത്തുക്കളാണെങ്കിലും നമുക്ക് പിന്തുണ തരും എന്നുള്ളത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ് ഈ സമയത്ത്. അടുത്തത് ആയില്യമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക്, അവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം ഇടവത്തിൽ സഞ്ചരിക്കുന്നത് ഗുണകരമാണെങ്കിലും അവർക്കത് പൂർണ്ണമായിട്ട് ലഭിക്കണം എന്നില്ല. ഭാഗ്യഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നതിൻ്റെ ഗുണം കിട്ടണമെന്നില്ല. ആദിത്യൻ ജന്മരാശിയിലുണ്ട്. പിന്നെ അതേസമയത്ത് ശുക്രൻ ജന്മരാശി സഞ്ചരിക്കുന്നത് ഗുണകരവുമാണ്. അപ്പം ശുക്രൻ്റെ ആ ജന്മരാശിയിലെ സഞ്ചാരം മാസത്തിൻ്റെ ഏതാണ്ട് പകുതി വരെയുള്ള സമയം ഗുണകരമാണ്. ബുധനും ശുക്രനും ചേർന്ന് നിൽക്കുന്ന സമയത്ത് കുറേ ആനുകൂല്യങ്ങൾ അവർക്ക് കിട്ടുന്നതുമാണ്. അതുപോലെ തന്നെ ആദിത്യൻ ഏതാനും ദിവസമായിട്ട് ഈ കർക്കിടകക്കൂറിലുണ്ട്. ആയില്യ നക്ഷത്രം കർക്കിടകക്കൂറിലാണ് വരുന്നത്. അപ്പം ബുധാദിത്യ യോഗവും ശുക്രാദിത്യ യോഗവും ഒക്കെ അവർക്ക് പല പല നേട്ടങ്ങളും ഉണ്ടാക്കി കൊടുക്കാൻ സാധ്യതയുണ്ട്. അപ്പം ബുധൻ ഇന്ന് ചിങ്ങം രാശിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആദ്യ സമയത്തെങ്കിലും നന്നായിട്ട് ആനുകൂല്യങ്ങളൊക്കെ കിട്ടും. എന്നാൽ ഈ ബുധൻ മാറിക്കഴിഞ്ഞിട്ട് സൂര്യൻ്റെ ഒരു പ്രഭാവം അങ്ങോട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് അലച്ചിലുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചില കാര്യങ്ങളിൽ ഗുണകരമാണ്. സാമ്പത്തിക കാര്യങ്ങളിലൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ പല പ്രവർത്തനങ്ങളിലും ഒരല്പം തടസ്സമോ അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന സ്പീഡിൽ കാര്യങ്ങൾ നീങ്ങുന്നില്ലെന്നുള്ള തോന്നലൊക്കെ ഉണ്ടാകാം. ബുധൻ വാക്കിൻ്റെ ഭാവത്തിലും സമ്പത്തിൻ്റെ ഭാവത്തിലും സഞ്ചരിക്കുന്നത് കൊണ്ട് ആ 2 ഭാവങ്ങൾക്കും പുഷ്ടി അനുഭവപ്പെടുന്നതാണ്. വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടാകും. പിന്നെ ബന്ധുക്കളുടെ ആനുകൂല്യങ്ങളൊക്കെ കിട്ടും. ബന്ധുക്കൾ സഹകരിക്കുന്നതാണ്. ചൊവ്വയും 9ൽ സഞ്ചരിക്കുന്നുണ്ട്. ഭാഗ്യ അനുഭവം, ചൊവ്വയും വ്യാഴവും ചേർന്നുള്ള ഗുരുമംഗളയോഗം ഭാഗ്യാനുഭവങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. ഭാഗ്യഭാവത്തിൽ ക്രയവിക്രയങ്ങളിൽ ലാഭം ഉണ്ടാകുന്നതാണ്.
സഹോദരങ്ങളിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. പല പല തീർത്ഥാടനങ്ങളും നടത്താൻ സാധിക്കും. അതിലൂടെ മനസ്സമാധാനവും സന്തോഷവും കിട്ടും. കുടുംബാംഗങ്ങളും ഒത്തുള്ള യാത്രകളായതുകൊണ്ട് തന്നെ അത് നമുക്ക് വളരെ എന്നും ഓർത്തിരിക്കാനുള്ള ഒരു അനുഭവമായിരിക്കും. പിന്നെ സമൂഹത്തിലുള്ള പ്രവർത്തനങ്ങൾ അംഗീകരിക്കപ്പെടുകയും ആദരണീയമായ സ്ഥാനമൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. കുടുംബ ജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ കുടുംബാംഗങ്ങളോടൊത്തുള്ള യാത്ര, തീർത്ഥാടനമൊക്കെ ചെയ്യാം. പുതിയ ആശയത്തോടുകൂടി പ്രവർത്തിക്കുന്നത് കൊണ്ട്, എല്ലാ കാര്യത്തിലും ഒരു ആധുനിക വീക്ഷണം പുലർത്തുന്നത് കൊണ്ട് തന്നെ ചെറുപ്പക്കാരുമായിട്ടും നന്നായിട്ട് സഹകരിച്ച് പോകാനായിട്ട് സാധിക്കും. ആത്മവിശ്വാസം വർദ്ധിക്കുന്ന കാലഘട്ടമാണ്. തൊഴിൽ മേഖലയിൽ നിന്നും സാമാന്യം നല്ല ആദായം ലഭിക്കുന്നതാണ്. പ്രമോഷനൊക്കെ കിട്ടാനും സാധ്യതയുള്ള കാലഘട്ടമാണ്. ഐശ്വര്യം ഉണ്ടാകാൻ ഇടയുള്ള കാലഘട്ടമാണ്. പൂർണ്ണമായിട്ടും എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും സാമാന്യം ഗുണകരമായൊരു കാലഘട്ടമാണ് ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ച്. അപ്പോൾ ഇതാണ് നമുക്ക് അശ്വതി മുതൽ ആയില്യം വരെയുള്ള നക്ഷത്രക്കാരുടെ കർക്കിടക മാസ ഫലമായിട്ട് ഗണിച്ചു നോക്കിയതിൽ നിന്നും കണ്ടെത്തിയ കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ ശ്രീ മഹാദേവന് വഴിപാടുകൾ ചെയ്യുക. പിന്നെ സാമ്പത്തികമായിട്ട് അല്പമെങ്കിലും തടസ്സം അനുഭവപ്പെടുന്നവർ മഹാവിഷ്ണുവിന് വഴിപാട് കഴിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബദേവതയ്ക്കും, അതല്ല എന്നുണ്ടെങ്കിൽ കുടുംബദേവതയെന്നും അറിയത്തില്ലെങ്കിൽ ദേവീക്ഷേത്രത്തിൽ ഒരു വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്. എല്ലാ സ്ഥലങ്ങളിലും അർച്ചന ചെയ്താലും മതി. വളരെ ചെറിയ വഴിപാടുകളിൽ കൂടെ തന്നെ നമുക്ക് ഫലം കണ്ടെത്താനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പരിചയക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നിങ്ങൾ നൽകുന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും നന്ദി പറയുന്നു. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ. നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കൊക്കെ എന്നും ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.